ഇത് ഇതിന് തൊട്ട് മുമ്പുള്ള എംപ്ലോയബിലിറ്റി സ്കില്ലിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് യൂണിറ്റ് അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഇതിന് തൊട്ട് മുമ്പ് ഒരു 34 മിനിറ്റ് ഉണ്ടാവും ഒരു വീഡിയോ. അതിന്റെ കണ്ടിന്യൂവേഷൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എക്സാമ്പിൾ ടൈപ്പ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ മറ്റു വ്യക്തികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. The form of communication takes place between two individuals. രണ്ട് വ്യക്തികൾ. ഇതിനെ നമ്മൾ 1-to-1 കൺവെർസേഷൻ എന്നാ പറയുക. അത് ഫോർമൽ ആകാം, ഇൻഫോർമൽ ആകാം, ഔപചാരികമായ മീറ്റിങ്ങുകളാകാം, അല്ലെങ്കിൽ അനൗപചാരികമായ മീറ്റിംഗ്. ഉദാഹരണം, എ മാനേജർ ഡിസ്കസിംഗ് ദ പെർഫോമൻസ് വിത്ത് ആൻ എംപ്ലോയി. അത് അനൗപചാരികമല്ല, ഔപചാരികമോ ഫോർമൽ മീറ്റിംഗ്. എംപ്ലോയി ആയിട്ട് ഒരു മാനേജർ അതിന്റെ പെർഫോമൻസ് ഡിസ്കസ് ചെയ്യും. ടു ഫ്രണ്ട്സ് ഡിസ്കസിങ് ഹോംവർക്കിനെ കുറിച്ച് രണ്ട് സുഹൃത്തുക്കൾ സംസാരിക്കും. അത് അനൗപചാരികമാണ്, ഇൻഫോർമൽ ആണെന്ന് പറയാം. രണ്ട് വ്യക്തികള് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ കൂടെ അല്ലെങ്കിൽ വീഡിയോ കോളിൽ കൂടെ സംസാരിക്കും. അത് രണ്ടും ആകാം, ഫോർമൽ ഇൻഫോർമൽ. നമ്മൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ പറയുക, ഇതൊരു ടൈപ്പ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ദിസ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് റൈറ്റിംഗ് വേർഡ്സ്. വാക്കുകൾ അതിനകത്ത് വരും. അത് ലെറ്റേഴ്സ് ആകാം, സർക്കുലേഴ്സ് ആകാം. ഓഫീസ് എൻവയോൺമെന്റിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, മെസ്സേജുകൾ സർക്കുലേഴ്സ് എന്ന് പറയും. റിപ്പോർട്ട്, പലതരത്തിലുള്ള റിപ്പോർട്ടുകളാകാം. മാനുവൽ, എന്തെങ്കിലും കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ വിവരിക്കുന്ന ചില പുസ്തകങ്ങൾ മാനുവൽസ് എന്ന് പറയും. SMS നമുക്ക് പരിചയമായ പദമാണ്. സോഷ്യൽ മീഡിയ, ചാറ്റ് ഒക്കെ പരിചയമുണ്ട്. It can be between 2 or more people. Example, a manager writing an appreciation email to an employee. എംപ്ലോയിയുടെ നല്ല പ്രവർത്തനത്തിനെ പ്രശംസിച്ചുകൊണ്ട് എഴുതുന്ന ഒരു കത്ത്, അപ്രീസിയേഷൻ. Writing a letter to grandmother enquiring about the health. സ്നേഹാന്വേഷണങ്ങൾ പോലെ grandmother enquiring about health. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷനിലേക്ക് അടുത്തതിൽ പോവുക. ഒരു ചെറിയ ഗ്രൂപ്പിലെ കമ്മ്യൂണിക്കേഷൻ. ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് when there are more than 2 people. ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. അപ്പോ ഓരോ ആൾക്കാരും എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യും, സംസാരിക്കും. എക്സാമ്പിൾ, പ്രസ് കോൺഫറൻസ്. പത്രക്കാരോട് സംസാരിക്കും. സാധാരണ രാഷ്ട്രീയക്കാരോട് സംസാരിക്കുന്ന കണ്ടിട്ട് ഒരു പ്രസ് കോൺഫറൻസുകൾ വിളിക്കാറ്. ബോർഡ് മീറ്റിംഗ്, ഇത് വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, അതിന് തലപ്പത്തുള്ളവരുടെ മീറ്റിംഗ് ആണ്. ടീം മീറ്റിംഗ്, അത് പലതരത്തിലുള്ളതാകാം. അത് ഇപ്പൊ കളിക്കുന്ന ടീമാകാം, മറ്റു ടീമുകളും ആകാം. പിന്നൊന്ന്, അപ്പൊ അത് ചെറിയ സ്മാൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, നമ്മള് പൊതുജനങ്ങളോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ വലിയ ആൾക്കൂട്ടത്തോട് സംസാരിക്കുന്നു. This type of communication takes place when one individual addresses a large gathering. ഒരു വ്യക്തി വലിയ ആൾക്കൂട്ടത്തോട് സംസാരിക്കുക, നേതാക്കന്മാർ. അത് ഇലക്ഷൻ ക്യാമ്പയിൻ ആകാം, പ്രശസ്തരായ വ്യക്തികളുടെ പൊതു പ്രഭാഷണം, പബ്ലിക് സ്പീച്ചസ്.
അപ്പൊ ഏതാണ്ട് 5 തരത്തിലുള്ള പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, സ്മാൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, 4 4 തരത്തിലുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ അഡ്വാൻറ്റേജ്, ഇത് വളരെ ഈസി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ആശയം കൈമാറുന്നത് നമുക്ക് എന്താ വേണ്ടതെന്ന് പറയും, നമുക്ക് അതിന് ക്വിക്ക് റെസ്പോൺസ് കിട്ടും. വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൾസോ എനേബിൾസ് യു ടു കീപ് ചേഞ്ചിങ് യുവർ ഇന്ററാക്ഷൻ. നമുക്ക് പ്രതികരണം പോലെ നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ മാറ്റാൻ പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ്. ആളെങ്ങനെ പ്രതികരിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് മറ്റാശയങ്ങളിലേക്ക് കടന്നു പോകാം. വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഡിസഡ്വാൻറ്റേജ്. Since verbal communication depends on written or spoken words, sometimes the meaning can be confusing and difficult to understand. The right words are not used. Verbal communication depends on written and spoken words are. ചിലപ്പോ അതിന്റെ അർത്ഥം കൺഫ്യൂസിംഗ് ആകാം, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകാം, കൃത്യമായ പദങ്ങൾ ഉപയോഗിച്ചില്ല. വെർബൽ കമ്മ്യൂണിക്കേഷന്റെ mastering. Most people tend to get nervous. ഇത് നമുക്ക് ഉള്ള സഭാകമ്പം എന്ന് പറയുന്ന ആൾക്കാരെ കണ്ട് ഒരു കൂട്ടം ആൾക്കാരോട് സംസാരിക്കാൻ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. While speaking in front of that, or even while speaking to their teachers. ചിലപ്പോ നമുക്ക് ടീച്ചേഴ്സിനോടോ മാനേജേഴ്സിനോടോ സൂപ്പർവൈസേഴ്സിനോടോ സംസാരിക്കുമ്പോൾ ഇതുണ്ടാകാം. Or if you focus on the point, നമ്മൾ ആ 1.3 ആ ടേബിൾ യു ക്യാൻ എൻഹാൻസ് ആൻഡ് മാസ്റ്റർ, നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ മാസ്റ്റർ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇതാണ്. നമുക്ക് ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. Think about the most effective ways to make your listeners, നിങ്ങളുടെ കേൾവിക്കാരെ കുറിച്ച് വളരെ എഫക്റ്റീവായിട്ട് ആലോചിക്കുക. അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്. നമ്മളെ വിഷയം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായ വഴികൾ കണ്ടുപിടിക്കുക. Write or note down whatever you plan to say. നമ്മൾ എന്താ പറയാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് നമ്മളൊന്ന് എഴുതി വെക്കാം, നോട്ട് ഡൗൺ ചെയ്യും. കൺസൈസ് ആൻഡ് ക്ലിയർ, വളരെ കൃത്യമായിരിക്കണം, വ്യക്തമായി. സ്പീക്ക് ക്ലിയർലി, ലൗഡ്ലി ആൻഡ് മോഡറേറ്റ് സ്പീഡ്. വ്യക്തത വേണം, ഒച്ച വേണം, ആവശ്യത്തിനുള്ള ഒച്ച. ഒരു മോഡറേറ്റ് സ്പീഡിൽ സംസാരിക്കും. Be sure the information you want to share is important. പക്ഷെ ആ വസ്തുതകൾ ആ പോയിന്റിലേക്ക് എത്തുന്ന വിധത്തിൽ വേണം. സെന്റൻസുകൾ റിപ്പീറ്റ് ചെയ്യുക. കോൺഫിഡൻസ് ആൻഡ് ബോഡി ലാംഗ്വേജ്, ആത്മവിശ്വാസവും നമ്മളുടെ ശരീരഭാഷ. ബി കോൺഫിഡൻറ്റ്, മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്, എല്ലാവരും നോക്കണം, നേരെ നിൽക്കണം, ശ്രദ്ധിക്കണം. ആൻഡ് ബി അറ്റൻറ്റീവ്. നമ്മളൊരു സൗഹൃദപരമായ നിലപാട് വേണം. ഇതില് ഈ പ്രാക്ടിക്കൽ എക്സസൈസ്, റോൾ പ്ലേ, നമുക്കത് ചെയ്യാനും പറയാനും ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, ഒരു ക്ലാസ് റൂം എൻവറോൺമെന്റിൽ പറയേണ്ടതായതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. ക്ലാസ് റൂമിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് അവർ റോൾ പ്ലേ പോലെ സംസാരിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെ പറയുന്നു. അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഒരു സൈറ്റിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, stud_text_book. ഒരു HTML പേജ് ഇപ്പൊ ഇല്ല ആ സൈറ്റില്.
പിന്നെ അവിടെ വേണ്ട ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ ആണ്. 3 സ്റ്റുഡൻ്റ് ഉള്ള ഗ്രൂപ്പുകൾ ഫോം ചെയ്യാം. ആ സിനാറിയോ അനുസരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട കോൺവെർസേഷൻ, ഫോൺ കോൺവെർസേഷൻ എഴുതുക. ആ ഫോൺ സംഭാഷണം കോഴ്സ് സ്റ്റഡിയെ കുറിച്ചും അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ചുമാണ്. ഒരു വിദ്യാർത്ഥി കോളറായിട്ടും മറ്റേയാൾ റിസീവറായിട്ടും അഭിനയിക്കപ്പെടുന്നു. പക്ഷെ ഇതൊരു റോൾ പ്ലേ ആണെന്ന് പറഞ്ഞു. തേർഡ് സ്റ്റുഡന്റ് അതിനൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. 7 സിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ, വ്യക്തത, കൺസൈസ്, കാര്യമാത്ര പ്രസക്തമായി പറയുക, കോൺക്രീറ്റ്, ഒരു ആശയ വ്യക്തത ഉണ്ടായി, കറക്റ്റ്, മിസ്റ്റേക്ക് ഇല്ലാതെ, കോഹറന്റ്, പരസ്പരം ബന്ധപ്പെട്ട്, പൂർണ്ണതയോടെ, കംപ്ലീറ്റോടെ, കോർട്ടിയസ്, മര്യാദയോടുകൂടി. അപ്പൊ ഇങ്ങനെ ഒരു പറച്ചിലിന്റെ റോൾ പ്ലേ ആണ് അവിടെ പറഞ്ഞത്. ആക്ടിവിറ്റി 2 പിന്നെയും ഒരു 3 സ്റ്റുഡന്റിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. ഒരു ഷോർട്ട് സ്പീച്ചിന്റെ അവിടെ പങ്ക്ച്വാലിറ്റിയെ കുറിച്ച്, ഹെൽത്ത്, ഫുഡ് ഹാബിറ്റ്സ് എക്സെട്ര അതിനെ കുറിച്ച് പറയുന്നു. അപ്പൊ ഓരോ സ്റ്റുഡന്റും അതിന് മറ്റൊരാൾക്ക് വേണ്ടി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. പങ്ക്ച്വാലിറ്റിയെ കുറിച്ച്, ഹെൽത്ത്, ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച്. അതിൽ ഒരു സ്റ്റുഡന്റ് ക്ലാസ്സിൽ കൊടുക്കും. ഇങ്ങനെ ഒരു വിവരണമാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ചെക്ക് യുവർ പ്രോഗ്രസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ? നമുക്കറിയാം ന്യൂസ് പേപ്പർ ഓറൽ അല്ല, ലെറ്റേഴ്സ് ഓറൽ അല്ല, ഇമെയിൽ ഓറൽ അല്ല, അപ്പൊ ഫോൺ കോൾ തന്നെ. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് വേർഡ്സ് വി ഷുഡ് യൂസ് ഫോർ വെർബൽ കമ്മ്യൂണിക്കേഷൻ? അക്രോണിയംസ് വേണ്ട, ടെക്നിക്കലും വേണ്ട, ജാർഗണും വേണ്ട, സിമ്പിൾ ആയിരിക്കും. ടെക്നിക്കലും ജാർഗണും അക്രോണിയും ഒക്കെ ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അക്രോണിയംസ് എന്ന് പറഞ്ഞാൽ ചുരുക്കെഴുത്ത്, സാങ്കേതികമായി പറയേണ്ട, ചില ജാർഗണുകൾ ഉപയോഗിച്ച്, ചില ടേമുകളൊക്കെ ഉപയോഗിച്ച് സംസാരിക്കും. ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ടേമുകൾ, അത് ജനറൽ പബ്ലിക്കിന്, സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകണം. നമ്മൾ എന്തിനാണ് ഇമെയിൽ ഉപയോഗിക്കുന്നത്? ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് മെനി പീപ്പിൾ അറ്റ് ദ സെയിം ടൈം, അതാണ് ഒരു കാര്യം. ടു ഷെയർ ഡോക്യുമെന്റ്സ് ആൻഡ് ഫയൽസ്, അതെ, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ടു ടോക്ക് ടു ഈച്ച് അതർ ഇൻ റിയൽ ടൈം, അത് പറ്റും. അപ്പൊ ആ സി ഒഴിച്ച് ബാക്കിയുള്ളത് ടു കീപ്പ് എ റെക്കോർഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അത് പറ്റില്ല. അപ്പോൾ സി ഒഴിച്ച് ബാക്കിയുള്ളത് ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയാണ്. ലിസ്റ്റ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മളത് 4 മുകളിൽ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് മീറ്റിങ്ങും, 1-to-1 ടോക്കും, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിവിടെ കൊടുക്കും. അപ്പോ ഈ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ഡിഫറെന്റ് ലെവൽസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച്, വെർബൽ കമ്മ്യൂണിക്കേഷൻ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ നോക്കുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ, നമ്മുടെ മുഖഭാവമാണ് അവിടെ ഉദ്ദേശിച്ചത്. ഓർ മെസ്സേജ് വിത്തൗട്ട് യൂസിങ് എനി സ്പോക്കണോ, എന്തെങ്കിലും റിട്ടേൺ ആയിട്ടുള്ള സ്പോക്കണോ വേർഡുകൾ ഇല്ലാതെ നമ്മുടെ ശരീരഭാഷകളിൽ കൂടെ സംസാരിക്കുക. We send signals and messages to others through expression, നമ്മുടെ മുഖഭാവങ്ങൾ, ഗസ്റ്റസ്, ആംഗ്യങ്ങൾ, പോസ്റ്റേഴ്സ്, നമ്മുടെ ഭാവങ്ങൾ, ടച്ച്, നമ്മുടെ തൊടലിൽ കൂടെ, സ്പേസിൽ കൂടെ, ഐ കോണ്ടാക്റ്റിൽ കൂടെ, പാരാ ലാംഗ്വേജിൽ കൂടെ, മറുഭാഷ, അങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും.
സ്നേഹപ്രകടനങ്ങളിൽ കൂടെ അങ്ങനെയൊക്കെ പ്രകടനങ്ങളുടെ കൂടെ ഇവിടെ വാക്കുകൾ ഉപയോഗിക്കുന്നു. You will learn about the importance of different types of non-verbal communication skills and also know the correct body language speech. അപ്പോൾ നമ്മൾ ഇതിനോടകം പഠിച്ചു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കും? അപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷനിൽ 55% കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ബോഡി മൂവ്മെന്റിനെയും നമ്മുടെ മുഖത്തും നമ്മുടെ കൈകളിൽ കൂടെയാണ് സംവേദിക്കപ്പെടുന്നത്, വാക്കുകളിൽ കൂടെ അല്ല. നമ്മുടെ മുഖം, നമ്മുടെ ശരീരഭാഷ, നമ്മുടെ കൈകൾ, അതിലൂടെയൊക്കെയാണ് സംവേദിക്കപ്പെടുന്നത്. 55%. 13% communication is done using voice, tone, pose, etc. ശബ്ദം, അതിന്റെ ടോണ്, അതിടയ്ക്ക് നിർത്തുന്ന, അതാണ് 35%. ഒരു 7% കമ്മ്യൂണിക്കേഷൻ മാത്രമേ വാക്കുകളിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മളിത് നേരെ തിരിച്ചു മറിച്ചൊക്കെ വിചാരിക്കും. ഇത് അങ്ങനെയല്ല. നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഫേസ്, ആംസിൽ കൂടെ 55% നമ്മൾ കൺവേഴ്സ് ചെയ്യുന്നു ആൾക്കൂട്ടത്തിനോട്. 33% നാം ശബ്ദവും ടോണും പോസും കൊണ്ട്. ഒരു 7% മാത്രമേ വാക്കുകൾ. 1-4 ഫിഗറിൽ നമ്മൾ കാണുന്നുണ്ട് അറൌണ്ട് 93% ഓഫ് അവർ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷനിലെ 93% നോൺ വെർബൽ ആണ്. ചില കാര്യങ്ങൾ പറയുകയാണ്. ടോൺ ആൻഡ് വോയിസ്, നമ്മുടെ ശബ്ദത്തിന്റെ ടോൺ വെച്ചിട്ട്, ബോഡി ലാംഗ്വേജ് വെച്ച്. ഒന്ന് ഗസ്റ്റേഴ്സ്, നമ്മൾ കൈകൊണ്ട് മറ്റും കാണിക്കുന്നതാണ്. റേസിംഗ് എ ഹാൻഡ് ടു ഗ്രീറ്റ് ഓർ സേ ഗുഡ് ബൈ, പോയിന്റിങ് അവർ ഫിംഗർ അറ്റ് സം. കൈ പൊക്കുക, ഗുഡ് ബൈ പറയുക, നമ്മൾ കൈ ചൂണ്ടുക ചിലതില്. ഇതൊക്കെ നമ്മൾ ഗസ്റ്റേഴ്സ് എന്നാണ്. എക്സ്പ്രഷൻ, ചിരിക്കുന്നു, ഒരു സാഡ് ഫേസ് കാണിക്കുന്നു, ഇതൊക്കെ എക്സ്പ്രഷൻസ്. ബോഡി ലാംഗ്വേജ്, നമ്മുടെ ശരീരഭാഷ, അത് പല രീതിയിലാകാം. ഇവിടെ ഒരു നീണ്ട നിര തന്നെ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റേഴ്സ് ബൈ വിച്ച് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഫീലിംഗ്സ് ആർ കമ്മ്യൂണിക്കേറ്റഡ്. അതിലൂടെ നമ്മളുടെ നിലപാട് എങ്ങനെയാണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്താണ്, നമ്മൾ നേരെ നിൽക്കുമ്പോൾ എങ്ങനെയാ, നമ്മളുടെ ഷോയിങ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മളുടെ ശരീരഭാഷ. ഒരെണ്ണത്തിനോട് താല്പര്യം തോന്നുമ്പോൾ നമ്മുടെ മുഖഭാവം, നമ്മളുടെ ശരീരം എങ്ങനെ ഉണ്ടാവും. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നേരെ നിന്നിട്ടാണ് പറയുന്നത്, അതെന്താ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബോഡി ലാംഗ്വേജ്. അപ്പോൾ ഒരു മെസ്സേജ് വളരെ എഫക്റ്റീവ് ആകണമെങ്കിൽ നമ്മൾ റൈറ്റ് ഗസ്റ്റേഴ്സ് വേണം കമ്മ്യൂണിക്കേഷൻ. അല്ലെങ്കിൽ ആ പോയിന്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന മെസ്സേജ് വേണ്ട പോലെ ആളിൽ എത്തിച്ചേരില്ല. ഇഫ് യു നോ അബൌട്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കുറെ അറിയാൻ കഴിയും. നമ്മൾ ഓഡിയൻസിന്റെ പ്രതികരണം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഇന്ററാക്ഷൻ മാറ്റാൻ കഴിയും. യൂസ് ദ റൈറ്റ് ഗസ്റ്റേഴ്സ്, ശരിയായ അടയാളങ്ങൾ കാണിക്കുക. ഭാവങ്ങൾ, പോസ്റ്റേഴ്സ്, ഇറ്റ്സ് എ സൈൻ ഓഫ് പ്രൊഫഷണലിസം ആൻഡ് എറ്റിക്കേറ്റ്. അതൊരു പ്രൊഫഷണലിസം ആണ്. എറ്റിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മര്യാദയും കൂടെ. ഇൻ വെർബൽ മെസ്സേജ് ആർ ഒബ്സ്ട്രക്റ്റഡ് ബൈ നോയ്സ്. പല ശബ്ദങ്ങളോട് ചിലപ്പോൾ കേൾക്കാൻ വയ്യാതെ ദൂരം കൊണ്ട് ഉള്ള പ്രശ്നം ഉണ്ടാവും. We can use our hand movements to exchange message. For example, placing a finger on the lips indicate. നമ്മളിങ്ങനെ ചുണ്ടിൽ വിരൽ വെക്കുമ്പോൾ അത് സൈലൻസിനെ കാണിക്കും. ഒച്ച ഉണ്ടാക്കരുതെന്ന് പറയുക.
അതേപോലെ തന്നെ പല കാര്യങ്ങൾക്കും നമ്മൾ യെസ് പറയുന്നത് തലയാട്ടിക്കൊണ്ടായിരിക്കും. 1, 5 ടേബിളിൽ ചില വഴികൾ അതിവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് അടുത്ത വീഡിയോയിലേക്ക് പറയാം. തൽക്കാലം 1, 5 കൊണ്ട് പിന്നെ പറയാം. ടേബിൾ ഉൾപ്പെടെ. അപ്പൊ രണ്ടാമത്തെ വീഡിയോയിൽ എല്ലാവർക്കും നന്ദി.